നമുക്കിന്ന് നല്ലൊരു നാടൻ ബീഫ് കറി ഉണ്ടാക്കാമേ. അതിന് വേണ്ടിയിട്ട് കഴുകി വൃത്തിയാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന 1 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കുക്കറിനകത്തോട്ടിടാം. ഇതെല്ലാം കുക്കറിനകത്തിടുകയാണേ. ഇതിലേക്ക് ഞാൻ ഇഞ്ചി, പെരിഞ്ചീരകം, വെളുത്തുള്ളി നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കുക. കുരുമുളകും ഇതെല്ലാം കൂടെ അരച്ച കൂട്ടാണേ, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കുക. കൈകൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇനി കുക്കർ അടച്ച് വെച്ച് ഇത് വേവിക്കാവേ. അപ്പോഴേക്കും നമ്മൾ അതിന് ചേർക്കാനുള്ള പച്ച മസാലകൾ എടുക്കാം. കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചിയും കറുവപ്പട്ടയും പെരിഞ്ചീരകം, ഏലക്കയും തക്കോലവും ഗ്രാമ്പും ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ബീഫ് വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിന് ചേർക്കാനുള്ള ഉള്ളിയും മറ്റ് സാധനങ്ങളൊക്കെ എടുക്കാം. ഇനി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിനകത്ത് പെരിഞ്ചീരകവും ഏലക്കായും കറുവപ്പട്ടയും ഗ്രാമ്പും ഒക്കെ ഇട്ടിട്ടുണ്ട്. ഒപ്പം തേങ്ങാക്കൊത്തും ഇട്ട് മൂപ്പിച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ടുണ്ട്. അതെല്ലാം മൂത്ത് വന്നപ്പോഴത്തേക്ക് നമുക്ക് ഉള്ളിയും കൂടെ ചേർത്തിളക്കാം. ഉള്ളിയും പച്ചമുളകും മാത്രമാണ് ഇതിനകത്തുള്ളത്. നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇത് വഴലാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴണ്ട് വരട്ടെ. ഉപ്പൂടെ ചേർത്ത് കൊടുത്ത് വഴണ്ട് വരട്ടെ. ഇപ്പോൾ ഏകദേശം ഒരു പകുതി വരണ്ട് വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മൾ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചിയും നമുക്കൊന്ന് പച്ചയ്ക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ബീഫിനായാലും ചിക്കനായാലും നന്നായിട്ട് ഉള്ളി നല്ല വഴട്ടിയിട്ട് വേണം നമ്മൾ കറി വയ്ക്കാനായിട്ട്. അപ്പോൾ ഒരു പ്രത്യേകതരം ടേസ്റ്റും നല്ല രുചിയാണ്. നമ്മുടെ ഉള്ളി മുക്കാലും വഴണ്ട് വന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഇതിനകത്ത് പൊടിവകകളൊക്കെ ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ എടുത്തിരിക്കുന്ന സ്പൂണിൽ ഒരു 2.25 സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ സ്പൂണിനൊരു 3 സ്പൂൺ ഇട്ടിട്ടുണ്ട്. 3.5 സ്പൂൺ വരെ ആകാം. നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യരുത്. നല്ല എരിവുള്ള മുളക് പൊടിയാണ്. പിന്നെ ബീഫ് മസാല ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂണോളം ഇട്ടിട്ടുണ്ട്. ഇതിന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇത്തിരി ഗരം മസാലയും കൂടി ചേർത്തിട്ടുണ്ട്. ഒരു 1.25 ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട് ഇപ്പം ഗരം മസാല. ഇനി ഇത് നല്ലതായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് ഇതിനകത്ത് പച്ചമണമൊക്കെ മാറി നമ്മൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്ന എണ്ണ തെളിയും ഇതിനകത്ത്, ഈ ഉള്ളിയിൽ. അന്നേരം വേണം നമ്മൾ അടിച്ച് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ എണ്ണ തെളിയുമ്പോഴേക്കും നമ്മുടെ പൊടികളൊക്കെ പച്ചമണം മാറി അതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ട് നല്ലൊരു ഫ്ലേവറിലോട്ട് വന്നിട്ടുണ്ടാവും. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അടി പിടിക്കാതെ വേണം നമ്മൾ ഇളക്കി കൊടുക്കാനേ. നമ്മുടെ എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഉള്ളിൽ എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫിനകത്ത് ആ നെയ്യും വെള്ളവും എല്ലാം കൊണ്ടുള്ള സ്റ്റോക്ക് ഉണ്ടല്ലോ, അതൊഴിച്ച് കൊടുത്തൊന്ന് തിളപ്പിക്കാം. ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ട് വേണം നമ്മൾ അടിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കാനായിട്ട്. ഇതൊന്ന് തിളച്ച് വരട്ടെ. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്.
നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് കൂടെ ചേർത്തിളക്കാം. ഈ സമയമാണ് നമ്മൾ ഉപ്പൂടെ കറക്റ്റാണോ എന്ന് നോക്കേണ്ടത്. ഞാൻ കുറച്ച് തിളപ്പിച്ച വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് ചെറിയ തീയിലിരുന്ന് കുറുകി പറ്റണം. ഇതിനകത്ത് ഈ സമയം നമുക്ക് ഉപ്പും എരിവും ഒക്കെ പാകമാണോ എന്ന് നോക്കാവേ. ഉപ്പിൻ്റെ കുറച്ച് കുറവുണ്ട്, നമുക്ക് ഇച്ചിരി ഉപ്പോട് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് ചെറിയ സിമ്മിലിരുന്ന് ഒന്ന് കുറുകി പറ്റട്ടെ. അടച്ച് വെച്ച് നമുക്ക് കുറുക്കി പറ്റിച്ചെടുക്കും. നമ്മുടെ ബീഫ് നന്നായിട്ട് കുറുകി പറ്റി വന്നിട്ടുണ്ട്. ഇതിനകത്ത് വീഡിയോ എടുക്കാൻ ഞാൻ വിട്ടുപോയി. നമ്മൾ ആദ്യം കാണിച്ചിരുന്നല്ലോ ഇഞ്ചിയും വെളുത്തുള്ളിയും കട്ടയും ഗ്രാമ്പൂ ഏലക്ക എല്ലാം കൂടെ എടുത്ത് സ്പൈസസ് മഷി പോലെ അരക്കണമെന്ന് പറഞ്ഞില്ലേ, അത് ഈ സമയമാണ് ഞാൻ ചേർത്ത് കൊടുത്ത് ഇളക്കിയേക്കുന്നത്. അതായത് കുറുകി പറ്റി വരുന്ന ആ ഒരു സമയമുണ്ടല്ലോ, ആ സമയത്ത് വേണം നമ്മളത് ചേർത്ത് കൊടുത്ത് ഇളക്കാനായിട്ട്. നന്നായിട്ട് കുറുകി പറ്റി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ട് അപ്പത്തിൻ്റെയും ചോറിൻ്റെയും കപ്പയുടെ കൂടെ ഒക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കറിയാണ്. വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ബീഫ് റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. സിമ്പിളായിട്ടുള്ളൊരു ബീഫ് കറിയാണ്. വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ.